നമസ്കാരം. നിങ്ങളൊരു പാരന്റ് ആണോ? എന്നാൽ പാരന്റിങ്ങിനെ കുറിച്ച് ഒരു ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള എക്സ്പെരിമെന്റിനെ കുറിച്ചാണ് ഞാൻ ഇന്ന് പറയാൻ വന്നിരിക്കുന്നത്. ഞാൻ സൈക്കാട്രിസ്റ്റ് ഫർഹാൻ. 1961 ആൽബർട്ട് ബണ്ടൂറ എന്ന് പറഞ്ഞൊരു സൈക്കോളജിസ്റ്റ് ഒരു പഠനം നടത്തി. അതിൻ്റെ പേര് ബോബോ ഡോൾ എക്സ്പെരിമെന്റ് എന്നായിരുന്നു. ഈ പഠനത്തിന്റെ ഭാഗമായിട്ട് ഏകദേശം 6 വയസ്സുള്ള 72ഓളം കുട്ടികളെ ഒരു നഴ്സറിയിൽ നിന്നും സെലക്ട് ചെയ്തു. അവരോരോരുത്തരെയും ഒരു റൂമിലേക്ക് പറഞ്ഞയച്ചു. ആ റൂമിൽ ഒരു മുതിർന്ന വ്യക്തിയും ഒരു വലിയൊരു ഡോളും കുറച്ച് കളിപ്പാട്ടങ്ങളും ഉണ്ടായിരുന്നു. ഈ 72 കുട്ടികളെ 3 ഗ്രൂപ്പാക്കി തിരിച്ചു. എന്നിട്ട് ഓരോ കുട്ടികളെയും വ്യത്യസ്തമായ സാഹചര്യങ്ങൾക്ക് വിധേയരാക്കി. അതിനുശേഷം അത് കണ്ട് ആ സാഹചര്യങ്ങളിലൂടെ പോയതിനു ശേഷം അവരുടെ പെരുമാറ്റം എന്തായിരിക്കും എന്നുള്ളതായിരുന്നു പഠനം. ഇതിൽ ആദ്യത്തെ ഗ്രൂപ്പിലുള്ള കുട്ടികൾ റൂമിൽ ഇരിക്കുമ്പോൾ ആ മുതിർന്ന വ്യക്തി ആ ഡോളിനെ അടിക്കുകയും ശകാരിക്കുകയും ചെയ്തു. Doll with a mallet kicked it repeatedly. രണ്ടാമത്തെ ഗ്രൂപ്പിലുള്ള കുട്ടികൾ റൂമിൽ ഇരിക്കുമ്പോൾ ആ മുതിർന്ന വ്യക്തി ഡോളിനെ ഒന്നും തന്നെ ചെയ്യാതെ അവിടെ ഉണ്ടായിരുന്ന കളിപ്പാട്ടങ്ങളുമായി കളിച്ചുകൊണ്ടിരുന്നു. മൂന്നാമത്തെ ഗ്രൂപ്പ് കൺട്രോൾ ഗ്രൂപ്പായിരുന്നു. അതുകൊണ്ട് അവരെ ഒന്നും തന്നെ കാണിച്ചില്ല. അതിനുശേഷം ഈ ഓരോ കുട്ടികളെയും വേറൊരു റൂമിലേക്ക് മാറ്റി അവരെ കൂടെ ആ ഡോളും ആ കളിപ്പാട്ടങ്ങളും കൊടുത്തു. അതിനുശേഷം ഒരു 20 മിനിറ്റോളം ആ കുട്ടികളുടെ പെരുമാറ്റം ഒബ്സർവ് ചെയ്തു. ബണ്ടൂർ എന്തായിരിക്കും ഈ എക്സ്പെരിമെന്റിൽ നിന്ന് കണ്ടെത്തി കാണുക? ഈ അക്രമം കാണാത്ത കുട്ടികളോട് കമ്പയർ ചെയ്യുമ്പോൾ അക്രമം കണ്ട കുട്ടികൾ 3 മുതൽ 5 മടങ്ങ് വരെ അഗ്രസീവ് ആയിരുന്നു. As you can see, exposure to aggressive modeling is hardly cathartic. അവർ ഡോളിനെ അടിക്കുകയും ശകാരിക്കുകയും ചെയ്തു. എല്ലാ പഠനങ്ങളെന്നോളം ഈ പഠനത്തിനും അതിൻ്റെതായ പോരായ്മകളുണ്ട്. 72 കുട്ടികളെ മാത്രമാണ് സെലക്ട് ചെയ്തത്. അതും ഈ സെലക്ട് ചെയ്ത കുട്ടികൾ ഒരേ നാട്ടിൽ നിന്നും ഒരേ നഴ്സറിയിൽ നിന്നുമായിരുന്നു. അതുകൊണ്ട് തന്നെ വേറെ രാജ്യങ്ങളിൽ വേറെ കുട്ടികൾ ഈ രീതിയിൽ പെരുമാറുമോ എന്നുള്ളത് എപ്പോഴും ഒരു സംശയമായിട്ടുണ്ടാകാം. എന്നിരുന്നാലും ഒരു പാരന്റ് എന്ന നിലക്ക് എന്താണ് നമുക്ക് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുക? നമ്മുടെ കുട്ടികൾ എന്താണ് കാണുന്നത് എന്ന് നമ്മൾ എപ്പോഴും അറിഞ്ഞിരിക്കണം. അഗ്രസീവായിട്ടുള്ള കണ്ടന്റുകൾ അല്ലെങ്കിൽ അടിപിടികളെല്ലാം അത് നേരിട്ടാകട്ടെ അല്ലെങ്കിൽ സ്ക്രീനിലാകട്ടെ ഒന്നും അവരെ കാണിക്കുന്നത് ഉചിതമല്ല എന്ന് നമുക്ക് ഈ പഠനത്തിൽ നിന്ന് മനസ്സിലാക്കാം. അതുകൊണ്ട് തന്നെ എന്ത് കുട്ടികൾ കാണുന്നുവോ അത് അവരുടെ പെരുമാറ്റത്തെ ഇപ്പോഴോ അല്ലെങ്കിൽ ഫ്യൂച്ചറിലോ സ്വാധീനിക്കാൻ നല്ല ചാൻസ് ഉണ്ട്. അതുകൊണ്ട് കുട്ടികൾ എന്ത് കാണുന്നു എന്ന് നമ്മൾ എപ്പോഴും ശ്രദ്ധിച്ചിരിക്കുക.